മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊണ്ട് ഉയിർപ്പിൻ്റെ ഓർമ്മദിനം വന്നെത്തി. നിരാശയും തകർച്ചയും യുദ്ധം വിതച്ച ദുരിതങ്ങളും മനുഷ്യനെ പിടിച്ച് ഉലയ്ക്കുമ്പോൾ ആശ്വാസവും പ്രതീക്ഷയും തേടി മനുഷ്യമിഴികൾ വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ആശാചക്രവാളത്തിൽ ഒരു ശുഭ താരകമായി ഉദ്ധിതനായ ക്രിസ്തു നിൽക്കുന്നു. എന്താണ് ഉയിർപ്പിനിത്ര പ്രത്യേകത? എന്താണ് ഉയിർപ്പിന് ഉൾക്കരുത്ത് നൽകുന്നത്? നമ്മുടെ ശ്രദ്ധയും പരിഗണനയും പിടിച്ചു വാങ്ങുവാൻ പുനരുത്ഥാനത്തിന് എന്താണിത്ര സവിശേഷത? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തിരയുമ്പോൾ നിസ്തുല്യമായ ചില സത്യങ്ങൾ നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരും. അവ അവഗണിക്കാനാകാത്ത വിധം പ്രസക്തമാണ്, നിഷേധിക്കാനാകാത്ത വിധം തെളിവേറിയതാണ്, കണ്ടില്ലെന്ന് നടിക്കാനാകാത്ത വിധം മിഴിവേറിയതാണ്, സാരമില്ല എന്ന് പറയാനാകാത്ത വിധം ജീവിത സ്പർശിയാണ്. നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ ശതകോടികളുടെ കഥയാണ് ലോക ചരിത്രത്തിന് പറയാനുള്ളത്. ആഹ്ലാദം കൊണ്ടുവന്ന എത്രയെത്ര ജന്മദിനങ്ങൾ, കഥനം അതിരിട്ട എത്രയെത്ര മരണദിനങ്ങൾ, ശ്രദ്ധാഞ്ജലി അർപ്പിച്ച എത്രയെത്ര ഓർമ്മദിനങ്ങൾ. എന്നാൽ ഒരേ ഒരു ഉയിർപ്പ് ദിനം മാത്രം, ഒരൊറ്റ പുനരുത്ഥാനം മാത്രം. മരണത്തെ വെന്ന് ഉയർത്തതിൻ്റെ കീർത്തിയും ഖ്യാതിയും ഒരാൾക്ക് മാത്രം സ്വന്തം, യേശുക്രിസ്തു. ആ പേരിനൊപ്പം മാത്രമേ ഉദ്ധിതൻ എന്ന വിശേഷണം ചേർക്കാനാകൂ. ഉയിർപ്പ് അവിടുത്തെ മാത്രം നിസ്തുല്യത. യേശു ഉയർത്തപ്പോൾ ഉയർത്തെഴുന്നേറ്റത് മനുഷ്യരാശിയുടെ സ്വപ്നങ്ങളാണ്. കാരിരുമ്പിൻ്റെ കരുത്തുള്ള ചങ്ങലപ്പൂട്ടുകൾ കൊണ്ട് ബന്ധിച്ചും കരിങ്കല്ലിൻ്റെ ഭാരമുള്ള അടപ്പുകൊണ്ട് അടച്ച് മൂടിയും മനുഷ്യ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും മണ്ണിൻ്റെ ഉപരിതലത്തിനടിയിൽ തടവിലാക്കി മരണമെന്ന രാജാവ്. എന്നാൽ യേശുവിനൊപ്പം മാനവകുലം മരണത്തിനുമേൽ ജീവൻ്റെ വിജയം ആഘോഷിച്ചു. മരണത്തിൻ്റെ അധിപൻ പരാജയം സമ്മതിച്ച് പിൻവാങ്ങി. C.S. ലൂയിസ് ഇപ്രകാരം പറഞ്ഞു: യേശുവിൻ്റെ ഉയിർപ്പ് ഈ പ്രപഞ്ച ചരിത്രത്തിലെ അനിതര സാധാരണ നേട്ടമാണ്. അവിടുന്ന് കന്നി ഫലമാണ്, കടിഞ്ഞൂൽ കനിയാണ്, പ്രഥമ സാഫല്യമാണ്. ഭൂമിയിലെ ആദ്യ മനുഷ്യൻ്റെ മരണത്തോടെ അടഞ്ഞുപോയ ജീവൻ്റെ വാതിലാണ് യേശു അന്ന് ബലമായി തുറന്നത്. മരണത്തിൻ്റെ രാജാവിനെ മുഖാമുഖം നേരിട്ട യേശു അയാളെ തോൽപ്പിച്ച് മലർത്തി അടിച്ചാണ് ആ വാതിൽ തുറന്നിട്ടത്. അവിടുന്ന് അന്നത് ചെയ്തതോടെ എല്ലാം മാറി, സകലതും വ്യത്യാസപ്പെട്ടു. പുനരുത്ഥാനമാണ് മനുഷ്യരാശിയുടെ ഭാവിയുടെ താക്കോൽ. അതെ, ഉയിർപ്പ് തുറന്നിട്ടത് മനുഷ്യൻ്റെ സാധ്യതകളുടെ വിശാലമായ വാതിലാണ്. മരണത്തോടെ അവസാനിക്കുന്നതല്ല മനുഷ്യജീവിതം എന്ന് വരുമ്പോൾ അവൻ്റെ ലോകം നിത്യതയുടെ വിശാലതയിലേക്ക് പരിക്രമിക്കുന്നു. മനുഷ്യായുസ്സിൻ്റെ ഏതാനും ശതകങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ജീവിതത്തിൻ്റെ പ്രഭാവം നിത്യതയുടെ ചക്രവാളത്തിലേക്ക് പടരുന്നു. ഉറ്റവരും വേണ്ടപ്പെട്ടവരും ആത്മാർത്ഥ സുഹൃത്തുക്കളുമൊക്കെ മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന കാഴ്ച കണ്ട് നാം എത്ര വേദനിച്ചിട്ടുണ്ട്. എളിയവരുടെ നീതി നിഷേധിക്കപ്പെടുന്നതും ദരിദ്രരും ബലഹീനരും ഒഴിവാക്കപ്പെടുന്നതും അരികുവൽക്കരിക്കപ്പെട്ടവർ അവഗണിക്കപ്പെടുന്നതും വർഗീയതയും വിദ്വേഷവും വെറുപ്പും വിതയ്ക്കപ്പെടുന്നതും കണ്ട് നാം എത്ര വ്യാകുലപ്പെട്ടിട്ടുണ്ട്. മാനവ ഭരണ സംവിധാനങ്ങളുടെ ദയനീയ പരാജയം കണ്ണിന് മുൻപിൽ കണ്ടിരിക്കെ സമാധാനപൂർണമായ ഭരണ സംവിധാനം ഒരു മരീചികയായി മാറിയിരിക്കെ ഒരു മികച്ച ഭരണത്തിനായി നാം എത്ര കൊതിച്ചിട്ടുണ്ട്. കുറിച്ചു വെച്ചുകൊള്ളൂ, ഇതൊന്നും വ്യാമോഹങ്ങളല്ല, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളല്ല. യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ചിറക് മുളയ്ക്കുന്നു. മാനവകുലത്തിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു. കാരണം പറഞ്ഞതുപോലെ ചെയ്ത ഒരുവൻ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് ഉയർത്ത യേശുക്രിസ്തു ഉള്ളതിനാൽ നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട നേതാവാണ് കോൺറാഡ് അഡിനെയർ. യുദ്ധത്തിൽ അടിമുടി തകർന്ന് തരിപ്പണമായ ഒരു രാജ്യം, ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയതിന് പഴികേട്ട് കുറ്റബോധത്താൽ നീറുന്ന ഒരു ജനത, അവരെയാണ് അദ്ദേഹത്തിന് നയിക്കേണ്ടത്. ലോകോത്തര ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാമിനെ ഒരു ദിനം
ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അഡ്നിയർ ചോദിക്കുന്നു, ബില്ലി, താങ്കൾ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ് വിശ്വസിക്കുന്നുവോ? ബില്ലി ഗ്രഹാം മറുപടി പറയുന്നതിന് മുൻപ് ജർമ്മനിയുടെ ചാൻസലർ തുടർന്ന് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മാറ്റിവെച്ചാൽ മനുഷ്യരാശിയുടെ പ്രത്യാശയ്ക്ക് മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അതെ, ഈസ്റ്റർ വെറുമൊരു ആശയമല്ല, കേവലമൊരു ഭാവനയല്ല, അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഏത് മനുഷ്യനെയും ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം.